ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ 10 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് 11ാമത്തെ ചാപ്റ്ററാണ്, ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി, ഇരുധ്രുവ വ്യവസ്ഥയുടെ അന്ത്യം. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് ദ കോൾഡ് വാർ എറ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു കാലയളവിൽ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ ലോകം 2 ചേരികളായിട്ട് വിഭജിച്ചു. ഒന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ളതും രണ്ടാമത്തത് അമേരിക്കൻ ചേരിയും അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യവുമായിട്ടുള്ള 2 വിഭാഗങ്ങളായിട്ട് നമ്മുടെ ലോകം തന്നെ വേർതിരിഞ്ഞ് നമുക്ക് കാഴ്ചയാണ് നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കാണാൻ സാധിച്ചത്. എന്നാൽ പതിയെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന സഖ്യം നാശത്തിലേക്ക് പോവുകയും ആ ഒരു സഖ്യം തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി, ഇരുധ്രുവ വ്യവസ്ഥയുടെ അന്ത്യം. അങ്ങനെ ഇരുധ്രുവ വ്യവസ്ഥ അന്ത്യം സംഭവിച്ചു. പിന്നെ എന്തായിട്ട് മാറി? സിംഗിൾ, ഒരൊറ്റ ധ്രുവം, ഒരൊറ്റ സഖ്യമുള്ള അമേരിക്ക എന്നുള്ള ഒരു വമ്പൻ ശക്തിയായിട്ട് ഇന്നും അത് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ USSRന് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന് എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ സോവിയറ്റ് യൂണിയൻ സിസ്റ്റം? അതിനു മുമ്പ് എന്തായിരുന്നു ഈ സോവിയറ്റ് യൂണിയനിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ പുരോഗമനങ്ങൾ വന്നു, എന്തെല്ലാം അധപതനങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പുള്ള ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഇതിലേക്ക് വരിക, അപ്പോഴാണ് നിങ്ങൾക്ക് പരസ്പരം ലിങ്ക് ചെയ്ത് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ സോവിയറ്റ് സിസ്റ്റം? എന്തായിരുന്നു സോവിയറ്റ് വ്യവസ്ഥിതി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അതാണ് USSR എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നിലവിൽ വന്നിട്ടുള്ളത്? ആഫ്റ്റർ ദ സോഷ്യലിസ്റ്റ് റവല്യൂഷൻ ഇൻ റഷ്യ ഇൻ 1917 റഷ്യയിൽ നടന്ന സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് USSR നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ സോഷ്യലിസം ഫോളോ ചെയ്യുന്ന രാജ്യമായിരുന്നു. സോഷ്യലിസം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ USSRൽ അംഗങ്ങളായിട്ടുള്ളത് അല്ലേ. ഇവർ ക്യാപിറ്റലിസത്തിന് ഓപ്പോസിറ്റും അതുപോലെ തന്നെ സോഷ്യലിസം ഫോളോ ചെയ്യുന്ന രാജ്യമായിരുന്നു. ഓക്കെ, ഈ സോവിയറ്റിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. മറ്റു പാർട്ടികളെ ഒന്നും മുൻധാരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവർ സമ്മതിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനിലെ ഇക്കോണമി പ്ലാൻ ചെയ്തിരുന്നതും കൺട്രോൾ ചെയ്തിരുന്നതും ആരായിരുന്നു? അവിടുത്തെ ഗവൺമെൻറ് ആയിരുന്നു. ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ദ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് ദാറ്റ് ദ സോവിയറ്റ് ആർമി ഹാഡ് ലിബറേറ്റഡ് ഫ്രം ഫാസിസ്റ്റ് ഫോഴ്സസ് കെയിം അണ്ടർ ദി കൺട്രോൾ ഓഫ് USSR. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫാസിസ്റ്റ് ശക്തികളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച ഒരുപാട് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പിന്നീട് ഈ USSRൻ്റെ കൺട്രോളിൽ വരികയും അവരുടെ USSRൻ്റെ നിയന്ത്രണത്തിൽ ആവുകയും ചെയ്തു. ഓക്കെ, അതിനുശേഷം ആ രാജ്യങ്ങളിലെ, അതായത് ഈ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രിയിലെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സിസ്റ്റംസ് USSR പറയുന്ന പോലെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതായത് USSRൻ്റെ അണ്ടർലൈനിലെ ആ രാജ്യങ്ങൾ, അപ്പോൾ USSRലെ നിയമങ്ങൾ പോലെയായിരുന്നു അവിടുത്തെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സിസ്റ്റംസ് എല്ലാം ഫോളോ ചെയ്തു പോയിരുന്നത്. ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനെ നമ്മൾ സെക്കൻഡ് വേൾഡ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ വാഴ്സോ പാക്ട്, എ മിലിറ്ററി അലയൻസ് ഹെൽഡ് ദം ടുഗദർ. വാഴ്സ ഉടമ്പടി എന്ന സൈനിക സഖ്യം ഇവയെ ഒരുമിച്ച് നിർത്തി. USSR ആയിരുന്നു ഈ ഒരു ചേരിയുടെ മെയിൻ ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. അതായത് USSRലേക്ക് ഈ USSR മറ്റ് രാജ്യങ്ങളെല്ലാം ക്ഷണിച്ചു, അവർ USSRൻ്റെ അണ്ടർ കൺട്രോളിലാക്കി. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം USSR ആയിരുന്നു ഏറ്റവും പവർ ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. USSR പല മേഖലകളിലും ഡെവലപ്മെൻറ്റ് കൈവരിച്ചു. അതായത് അപ്പോഴും അമേരിക്കയ്ക്കൊപ്പം എത്താനായിട്ട് സാധിച്ചില്ല. അമേരിക്ക ഒഴികെയുള്ള ബാക്കി രാജ്യങ്ങളെക്കാൾ വലിയ രീതിയിൽ എത്തിപ്പെടാനായിട്ട് ഈ സോഷ്യലിസ്റ്റ് ഇക്കോണമിക്ക് സാധിച്ചു. പല മേഖലകളിൽ, അതായത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, പിന്നെ എനർജി റിസോഴ്സുകളായിട്ടുള്ള ഓയിൽ, അയേൺ, സ്റ്റീല്, അതുപോലെ തന്നെ മെഷീനറി പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് സെക്ടർ. ഈ ട്രാൻസ്പോർട്ട് സെക്ടർ അതായത് റിമോട്ട് ഏരിയയിൽ വരെ എഫിഷ്യൻ്റ് ആയിട്ട് കണക്ട് ചെയ്തു. ഇതെല്ലാം നമ്മുടെ സോവിയറ്റ് യൂണിയനിൽ വന്ന ഡെവലപ്മെൻ്റ് ആയിരുന്നു. ഇറ്റ് ഹാഡ് ഡൊമസ്റ്റിക് കൺസ്യൂമർ ഇൻഡസ്ട്രി ദാറ്റ് പ്രൊഡ്യൂസ് എവറിത്തിങ്. അതായത് ആ രാജ്യത്തിൽ തന്നെ, അതായത് USSRൽ തന്നെ പിന്നെ മുതൽ കാർ വരെ എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതായത് എല്ലാത്തിനും ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. അതായത് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് എല്ലാം കയറ്റി അയക്കുന്നു. അങ്ങനെ എന്താ പറയുക, അവർ ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ
വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷേ അവർ ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തു നിന്ന് വന്നു. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാളിറ്റി അവർ ശ്രദ്ധിച്ചിരുന്നില്ല. അവർ എപ്പോഴും എന്താ പറയുക, ക്വാണ്ടിറ്റിയിൽ ഒരുപാട് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് മാത്രമേ അവർ ശ്രദ്ധിച്ചുള്ളൂ. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാളിറ്റി അവർ കൺസിഡർ ചെയ്തില്ല. ഈ ക്വാളിറ്റിയിൽ അവർക്ക് വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിനോട് എന്താ പറയുക, മത്സരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് അമേരിക്കൻ ബ്ലോക്കാണ് അല്ലേ. അപ്പോൾ അമേരിക്കൻ ബ്ലോക്കിലെ ഗുഡ്സുകൾ ക്വാളിറ്റിയിൽ എന്നും മുന്നിട്ട് നിന്നു. ഈ USSRൽ ഒരുപാട് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുണ്ടെങ്കിലും അവിടെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തു. അപ്പോൾ അവർക്ക് വന്ന ഫസ്റ്റ് ഡ്രോബാക്ക് അതാണ്, അവർ ഈ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ്. Then the Soviet state ensured a minimum standard of living for all citizens. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും എല്ലാ സിറ്റിസൻസിനും അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു മിനിമം ജീവിത നിലവാരം അവർ ഉറപ്പാക്കി. പിന്നെ പല കാര്യങ്ങൾക്കും ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ചൈൽഡ് കെയർ, പിന്നെ മറ്റ് വെൽഫെയർ സ്കീംസിനൊക്കെ ഗവൺമെൻറ് സബ്സിഡീസ് കൊടുത്തു. പിന്നെ പറയുന്നത് ദ സ്റ്റേറ്റ് ഓണർഷിപ്പ് വാസ് ഡോമിനൻറ്റ് ഫോം ഓഫ് ഓണർഷിപ്പ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഗവൺമെൻറ് ആയിരുന്നു എല്ലാത്തിലും ഓണർഷിപ്പ് ഉണ്ടായിരുന്നത്. ഈവൻ ഇപ്പോൾ ഭൂമി, അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അസറ്റുകൾ, ഇതെല്ലാം ഓൺ ചെയ്തിരുന്നതും കൺട്രോൾ ചെയ്തിരുന്നതും ആരായിരുന്നു? സോവിയറ്റ് സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ അവർക്ക് വന്ന രണ്ടാമത്തെ ഡ്രോബാക്ക് എന്താണ്? ഈ ഒരു ഓണർഷിപ്പ് തന്നെയായിരുന്നു. അതായത് അവിടുത്തെ ഇൻഡിവിജ്വൽസിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, എല്ലാം ഗവൺമെൻറ് പറയുന്ന പോലെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ അതാണ് അവരുടെ രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നെഗറ്റീവ് എന്തുണ്ടായിരുന്നത്? അവർ ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ചില്ല, അതാണ് അവരുടെ ഫസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലാൻഡ് മുതൽ പ്രൊഡക്റ്റീവ് അസറ്റ്സുകളെല്ലാം ആരുടെ കൺട്രോളിലായിരുന്നു? അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് അതിനൊന്നും യാതൊരുവിധ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഒരു ഓണർഷിപ്പോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ജനങ്ങളിൽ പതിയെ എന്ത് ഉണ്ടാക്കാൻ തുടങ്ങി? ഒരു അസ്വാരസ്യം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ ഭയങ്കര ബ്യൂറോക്രാറ്റിക് ആയിട്ടും അതോറിറ്റേറിയനുമായിട്ടുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പതിയെ അവിടുത്തെ ആളുകൾക്ക് അവിടുത്തെ ജീവിതം ദുസ്സഹമായി മാറി. ഓക്കെ, ലാക്ക് ഓഫ് ഡെമോക്രസി, അവിടെ എന്തുണ്ടായിരുന്നില്ല? ജനാധിപത്യം ഉണ്ടായിരുന്നില്ല, ഫ്രീഡം ഉണ്ടായിരുന്നില്ല, ഒരു കാര്യം തുറന്നു പറയാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരവരെ കാര്യങ്ങൾ എങ്ങനെ തുറന്നു പറഞ്ഞിരുന്നത്? പല തമാശകളിലൂടെയും കാർട്ടൂൺസ് വരച്ചിട്ടൊക്കെയായിരുന്നു അവർ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്തിരുന്നത്. അല്ലാണ്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ ഒരു രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. The one-party system represented by the Communist Party of Soviet Union had tight control over all institutions and unaccountable to people. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഉണ്ടായിരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾക്ക് അവിടെ ഭരിക്കാനോ അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വരാൻ പോലും അവർ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേധാവിത്വം, ടൈറ്റായിട്ടുള്ള കൺട്രോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മേലിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ മേലിലാണെങ്കിലും ടൈറ്റായിട്ടുള്ള എന്താ പറയുക കൺട്രോൾ അവർ വെച്ചു. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ എന്താ പറയുക അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിട്ട് മാറ്റി. ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഒരൊറ്റ രാജ്യമല്ല അല്ലേ, 15 രാജ്യങ്ങളും കൂടി ചേരുന്നതാണ് ഈ USSR എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ 15 രാജ്യത്തെ ജനങ്ങളുടെ ഇഷ്ടങ്ങളും കൂടി നോക്കണം അല്ലേ. അപ്പോൾ ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവരൊരു നിയമം വെക്കും, ഈ നിയമം ഈ 15 രാജ്യങ്ങളും അനുസരിക്കണം എന്നുള്ള ഒരു രീതിയായിരുന്നു അവിടെ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഈ 15 രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള കൾച്ചറൽ അഫയേഴ്സ് ഉണ്ടായിരിക്കും. ഇതിലൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. 15 രാജ്യങ്ങളിൽ റഷ്യക്ക് മാത്രമായിരുന്നു അവർ കൂടുതൽ മുൻതൂക്കം കൊടുത്തിരുന്നത്. റഷ്യ ആയിരുന്നു എല്ലാത്തിലും ഡോമിനൻസ്, എല്ലാ കാര്യങ്ങളിലും മുൻതൂക്കം അല്ലെങ്കിൽ ഡോമിനൻസ് ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? റഷ്യക്ക് മാത്രമായിരുന്നു. ബാക്കി എല്ലാ ജനങ്ങളെയും ബാക്കി എല്ലാ മേഖലകളിലും അടിച്ചമർത്തലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് പതിയെ ആളുകൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങി. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് സോവിയറ്റ് യൂണിയൻ പല കാര്യങ്ങളിലും വെസ്റ്റ് ടെക്നോളജിയുമായി എന്താ പറയുക ബാക്കിലോട്ട് ലാഗ് ചെയ്തു എന്നാണ് പറയുന്നത്. വെസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് അമേരിക്കൻ സഖ്യം പല മേഖലകളിലും മുന്നോട്ട് പോയപ്പോൾ സോവിയറ്റ് യൂണിയൻ അതിലെല്ലാം പിന്നോക്കമായി. ഇൻഫ്രാസ്ട്രക്ചർ, മെയിനായിട്ടും ട്രാൻസ്പോർട്ട് ആൻഡ് പവർ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്പോർട്ടേഷനിലൊക്കെ എന്താ പറയുക പുരോഗമനം നേടി. പക്ഷേ ആ പുരോഗമനം നേടിയതിൽ നിന്നും ഒരു പുരോഗമനം നേടാനായിട്ട് പിന്നീട് സോവിയറ്റ് യൂണിയന് സാധിച്ചില്ല. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ആസ്പിറേഷൻസ്, അവിടുത്തെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ആസ്പിറേഷൻസ് ഫുൾഫിൽ ചെയ്യാനും ഈ സോവിയറ്റ് യൂണിയൻ ആയില്ല. അതിന് പുറമേ തന്നെ അഫ്ഗാനിസ്ഥാനിൽ 1979 ഈ സോവിയറ്റ് യൂണിയൻ ഒരു കടന്നുകയറ്റം നടത്തി. ഇത് പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായെന്നാണ് പറയുന്നത്.
ഇനി നമുക്ക് നെക്സ്റ്റ് ആണ് ഗോർബച്ചേവ്. ഗോർബച്ചേവ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി പിന്നീട് സോവിയറ്റ് യൂണിയനിലേക്ക് വരികയും അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾക്ക് ശ്രമിച്ചു എന്നുണ്ടെങ്കിലും പക്ഷേ പതിയെ പതിയെ അത് തകർച്ചയിലേക്ക് മാത്രമാണ് നയിച്ചത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മിഖായിൽ ഗോർബച്ചേവ് ഹു ഹാഡ് ബിക്കം ജനറൽ സെക്രട്ടറി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ ഇൻ 1985 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മിഖായിൽ ഗോർബച്ചേവ് അധികാരമേൽക്കുന്നത്. ഇദ്ദേഹം ഒരുപാട് റിഫോംസ് നമ്മുടെ ഈ സോവിയറ്റ് യൂണിയനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഗോർബച്ചേവിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസുമായിട്ട്, അതായത് അമേരിക്കൻ സഖ്യത്തിനോട് ഒരു നോർമൽ റിലേഷൻഷിപ്പിലേക്ക് എത്താമെന്നും പിന്നെ ജനാധിപത്യം കൊണ്ടുവരാമെന്നും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നും അദ്ദേഹം പല രീതിയിൽ ശ്രമങ്ങൾ നടത്തിയെന്നുണ്ടെങ്കിലും അതെല്ലാം നെഗറ്റീവായിട്ടുള്ള വിപരീതമായിട്ടുള്ള ഫലങ്ങളായിരുന്നു നമ്മുടെ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പതിയെ പതിയെ ഈസ്റ്റേൺ യൂറോപ്പ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈസ്റ്റേൺ യൂറോപ്പ് USSRന്റെ ഭാഗമായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഈസ്റ്റേൺ യൂറോപ്പിലെ ജനങ്ങൾ പതിയെ പതിയെ ഈ സോവിയറ്റ് ബ്ലോക്കിനെതിരെ സമരം ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഗവൺമെൻറ്റിനെതിരെയും സോവിയറ്റ് കൺട്രോളിനെതിരെയും സമരം ചെയ്യാനായിട്ട് ആര് തുടങ്ങി? ആ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഈസ്റ്റേൺ യൂറോപ്യൻ ജനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താ പറയുന്നത്, ഗോർബച്ചേവ് എന്നുള്ള പുതിയൊരു ഭരണാധികാരി നിലവിൽ വന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാനായില്ല. അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ നിയമങ്ങൾ ആളുകൾ അംഗീകരിച്ചില്ല. മാറ്റങ്ങൾ കൊണ്ടുവരാൻ അയാൾ റെഡി ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇനി ഈ ഒരു സോവിയറ്റ് ബ്ലോക്കിനോട് ഒപ്പം നിലനിന്ന് പോകാൻ താല്പര്യമില്ല എന്ന രീതിയിലായിരുന്നു അവിടുത്തെ ജനങ്ങളെല്ലാം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവർ അവിടുത്തെ ഗവൺമെൻറ് പിരിച്ചുവിടണമെന്നും ഗവൺമെൻറ്റിനെതിരെ പ്രൊട്ടസ്റ്റുകളും സമരങ്ങളും നടത്താനായിട്ട് അവർ തുടങ്ങി. അങ്ങനെ 1991 കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ നിലനിന്ന് പോകാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിഗതികൾ വന്നു. അവിടെ ഒരു അട്ടിമറി നടന്നു. ഈ അട്ടിമറി നടന്നതിൻ്റെ ഭാഗമായിട്ട് റഷ്യൻ റിപ്പബ്ലിക്കിലെ യെൽസ്റ്റിൻ എന്ത് സംഭവിച്ചു? ബോറിസ് യെൽസ്റ്റിൻ നാഷണൽ ഹീറോ ആയിട്ട് മാറി. ഇദ്ദേഹം റഷ്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം ഇലക്ഷനിൽ വളരെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും അവിടെ സെൻട്രലൈസ്ഡ് അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ പതിയെ പതിയെ പവർ ബിഗിൻ ടു ഷിഫ്റ്റ് ഫ്രം സോവിയറ്റ് സെൻറ്റേഴ്സ് ടു റിപ്പബ്ലിക്. അതായത് 15 രാജ്യങ്ങളെയും അടക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടല്ലേ. അങ്ങനെ അവരെല്ലാം ലിബറലൈസ് ചെയ്തു. അവർ ഓരോ റിപ്പബ്ലിക്കുകളായിട്ട് മാറി മാറി സ്വാതന്ത്ര്യം നേടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. കൂടുതലായിട്ടും ഈ സോവിയറ്റ് യൂണിയനിൽ തന്നെ യൂറോപ്യൻ ഭാഗങ്ങളിലുള്ള ഒരുപാട് രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. അവരായിരുന്നു കൂടുതലും ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതേസമയം ഈ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള സെൻട്രൽ ഏഷ്യൻസ് രാജ്യങ്ങൾ ഈ സോവിയറ്റ് യൂണിയനിൽ നിന്നും വിട്ടുപോകാനായിട്ട് ആഗ്രഹിച്ചില്ല. അവർ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കാൻ തന്നെയായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ ഡിസംബർ 1991 യെൽസ്റ്റിൻ്റെ ലീഡർഷിപ്പിൽ റഷ്യ, ഉക്രൈൻ, ബെലാറസ് എന്നീ മൂന്ന് വെസ്റ്റേൺ രാജ്യങ്ങൾ USSRൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിട്ട്, അതായത് USSRുമായി ഇനി ഒരു ബന്ധമില്ല, അവർ സെപ്പറേറ്റ് ആയിട്ട് വേറെ രാജ്യങ്ങളായിട്ട് നിലനിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വേർപെട്ടു പോയി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാൻ ചെയ്തു. പിന്നെ അവിടെ പതിയെ പതിയെ ക്യാപിറ്റലിസവും ഡെമോക്രസിയും അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ USSRന്റെ ശിഥിലീകരണ പ്രഖ്യാപനവും പിന്നെ സ്വതന്ത്ര രാജ്യങ്ങൾ, അതായത് USSRൽ നിന്നും സ്വതന്ത്രമായി പോയ രാജ്യങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും കൂടിച്ചേർന്ന് എന്ത് രൂപീകരിച്ചു? സ്വതന്ത്ര രാജ്യങ്ങളുടെ കോമൺവെൽത്ത്, അതായത് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്, ഇത് രണ്ടും നിലവിൽ വന്നു. റഷ്യ വാസ് നൗ ആക്സെപ്റ്റഡ് ആസ് ദ സക്സസർ സ്റ്റേറ്റ് ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ തലമുറക്കാരായിട്ട് ആര് മാറി? റഷ്യ മാറി. അപ്പോൾ സോവിയറ്റ് യൂണിയനിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു? റഷ്യ ഏറ്റെടുത്തു. UN സെക്യൂരിറ്റി കൗൺസിലിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സീറ്റ് ഏറ്റെടുത്തു? റഷ്യ ഏറ്റെടുത്തു. USSRന് ഉണ്ടായിരുന്ന എല്ലാ ഇൻ്റർനാഷണൽ ട്രീറ്റീസും കമ്മിറ്റ്മെൻറ്റ്സും റഷ്യ കൈക്കൊണ്ടു. പിന്നെ എന്താ പറയുക, ഇറ്റ് ടുക്ക് ഓവർ ആസ് ദ ഓൺലി ന്യൂക്ലിയർ സ്റ്റേറ്റ് ഓഫ് പോസ്റ്റ് സോവിയറ്റ് സ്പേസ്. അപ്പോൾ സോവിയറ്റ് സ്പേസിന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയർ പവർ ഉണ്ടെന്ന്. ഈ ന്യൂക്ലിയർ പവറൊക്കെ ആരുടെ കൈവശമായി? റഷ്യയുടെ കൈവശമായി. ഓക്കെ, അപ്പോൾ പഴയ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ പഴയ USSR എന്തായി? മരണപ്പെട്ടു. അതിന് എന്താ പറയുക, കുഴിച്ച് മൂടിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു. അതായത് കൂടുതലും അഹങ്കാരം വന്നു. ഒരുപാട് രാജ്യങ്ങൾ തങ്ങളുടെ അധീനതയിൽ വന്നതോട് കൂടിയിട്ട് അവർ അഹങ്കാരം വന്നു. ആ രാജ്യത്തെ ജനങ്ങളെയൊക്കെ നിർബന്ധപൂർവ്വം ഒരു പാർട്ടിയിൽ അണിചേർക്കാനും ആ പാർട്ടി പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനും നിർബന്ധിപ്പിച്ചു. ഇതൊക്കെയായിരുന്നു ഈ USSRന്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ച മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കുറച്ച് ഭാഗം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.